ധനുമാസം കുളിരും സമയത്ത് എട്ടങ്ങാടി എട്ടുകൂട്ടം ഒന്നും കുറയാതെ മഹാദേവ ക്ഷേത്രങ്ങളിൽ മകീരമുള്ള സമയത്ത് വൈകിട്ട് 2-ാം തീയതി വൈകിട്ട് നേദിക്കപ്പെടുമ്പോൾ നിവേദയാമി ഭവതേ ദുഷാണേദം ഹവിർഹര നിവേദിക്കപ്പെടേണ്ടത് എന്താണ്? അവനവൻ്റെ മനസ്സാണ്. മനസ്സ് സമർപ്പിക്കപ്പെടേണ്ടതായ ഒന്ന്. അപ്പോൾ അവനവന് മനസ്സിന് ഇഷ്ടപ്പെട്ടുന്ന വസ്തുക്കൾ, ആവാസ വസ്തുക്കളെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ സമർപ്പിക്കുക. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോടുകൂടി തന്നെ സമർപ്പിക്കേണ്ടതായ ഒന്നാണ് സമർപ്പണ വസ്തുക്കളെല്ലാം. ഇലയായിക്കോട്ടെ, പൂവായിക്കോട്ടെ, ഇനിയോ കാച്ചിലായിക്കോട്ടെ, ഇനിയോ മധുരക്കിഴങ്ങായിക്കോട്ടെ, അതുപോലെ തന്നെ കരിമ്പിൻ്റെ കഷ്ണമായിക്കോട്ടെ, ഇനി നാളികേരമായിക്കോട്ടെ, ശർക്കര ആയിക്കോട്ടെ, ഇന്നത് എന്നില്ല എന്നർത്ഥം. അതിൻ്റെ വലിപ്പമല്ല പ്രധാനം എന്ന് വെച്ചാൽ 1 ടൺ ശർക്കര കൊണ്ടുവരണമെന്നല്ല പറയുന്നത്. അവനവന് എന്താണോ ഉള്ളത് അത് സമർപ്പിക്കുക. അല്ലാതെ അവനവന് ഉള്ളത് സമർപ്പിക്കുന്നത്. കുറച്ച് പേർക്ക് ഇലയായിരിക്കുള്ളൂ, ആയിക്കോട്ടെ എനിക്ക് കായാണ്, ഏത്തക്കായാണ്, ആയിക്കോട്ടെ എനിക്ക് ഇലയാണ് എനിക്ക് ഉള്ളത്, ആയിക്കോട്ടെ എനിക്ക് എന്നാലും പയറാണ് കുറച്ചുള്ളത്, ആയിക്കോട്ടെ പിന്നെ എനിക്ക് കൃഷിയുള്ളത് എന്താണുള്ളത്, കുറച്ച് മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട്, ആയിക്കോട്ടെ കുറച്ച് കൂർക്ക, ആയിക്കോട്ടെ ഇനി കുറച്ച് ചേന, ആയിക്കോട്ടെ ഇനി എന്ത് വസ്തു, ഇലയായിക്കോട്ടെ പൂവായിക്കോട്ടെ. അപ്പോൾ അവനവന് സമർപ്പിക്കേണ്ടതായ തോന്നുന്നതായ അവനവന് മനസ്സിഷ്ടപ്പെട്ട വസ്തുക്കൾ സമർപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ വലിപ്പമല്ല പ്രധാനം. ഒരു നാളികേരം മതി, ഒരു ചേന മതി, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ വസ്തുക്കൾ മതി. ഇനി കുറച്ച് നെയ്യ്. 3 ദിവസവും തിരുമേനി വിളക്ക് കത്തിക്കുന്ന നെയ്വിളക്കാണല്ലോ രോഹിണി, മകീരം, തിരുവാതിര. അപ്പോൾ അകത്തേക്ക് നെയ്യ് വെച്ചോളൂ, ആരും സംശയിക്കാനില്ല കേട്ടോ, ആരൊന്നും കൊണ്ടുപോകുന്നില്ല, അകത്ത് തന്നെ കത്തിക്കാനെടുക്കും. അപ്പോൾ എന്താണ് നെയ്വിളക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നെയ്വിളക്ക് കത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവേ നെയ്വിളക്കുകൾക്കുള്ള പ്രാധാന്യം എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രോട്ടോൺസ് പുറപ്പെടുപ്പിക്കുന്നതാണ്. മഞ്ഞുകാലത്ത്, തണുപ്പ് കാലത്ത് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ കൊണ്ട് പ്രോട്ടോൺസ് തന്നെ വേണം. അതാണ് നെയ്വിളക്കിൻ്റെ പ്രത്യേകത. നെയ്വിളക്കുകൾ എരിയെ നെയ്വിളക്കുകൾ കത്തിക്കുമ്പോൾ അതുതന്നെ ശബരിമല ശാസ്താവിന് നെയ്യഭിഷേകം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിശക്തമായ തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യാനായിക്കൊണ്ട് തന്നെയാണ് നെയ്യ് ഉപയോഗിക്കുന്നതെന്നർത്ഥം. നെയ്യ് ചൂടാണ്. ആൾക്കാർ കഴിക്കും തണുത്ത് വിറച്ച് നെയ്യിരിക്കണം, നെയ്യ് ചൂട് തന്നെയാണ് എന്നർത്ഥം. അവിടെ സകല അഭിഷേകം കഴിച്ച് നമ്മളൊക്കെ അഭിഷേകം കഴിക്കാൻ കയറാറുണ്ട്. അഭിഷേകം കഴിക്കാൻ കഴിയുമ്പോൾ സകല അഭിഷേകം തുടങ്ങുമ്പോഴത്തേക്കും എന്താവും, നമ്മുടെ ശരീരം മുഴുവൻ വേർത്ത് കുളിച്ച് വരും. അപ്പോൾ തന്നെ അരയിൽ തോർത്തുണ്ടാവും, ആ തോർത്ത് കൊണ്ട് തുടയ്ക്കണം. കാരണം വേർപ്പ് ശ്രീകോവിൽ വീഴാൻ പാടില്ലല്ലോ. അപ്പോൾ വേർപ്പ് ശ്രീകോവിൽ വീഴാൻ പാടില്ലാത്തതായ ഒരു വസ്തുവിൽ അതാണ് നെയ്വിളക്കിൻ്റെ പ്രത്യേകത. പ്രോട്ടോൺസ് ഏറ്റവും കൂടുതൽ പുറത്തു വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ ചൂട് നിലനിൽക്കും. അപ്പോൾ അതിശക്തമായ തണുപ്പിനെ അതിജീവിക്കാനായിക്കൊണ്ട് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് നെയ്വിളക്ക്. അപ്പോൾ പല ക്ഷേത്രങ്ങളിലും, പുതിയാവ് അടക്കമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം നെയ്വിളക്കുകളാക്കിയിട്ടുണ്ട് അകത്ത് കത്തിക്കൽ. അപ്പോൾ ഉത്സവ ദിവസങ്ങളിൽ അകത്ത് കത്തിക്കുന്നതിൻ്റെ പ്രത്യേകത തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യാനായിക്കൊണ്ട് നെയ്യ്. അപ്പോൾ 41 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വരുന്നത് മകര സംക്രമ സൂര്യോദയം. അവിടെ മകരവിളക്ക് സമയത്ത് അവിടെ പ്രത്യേകം തെളിയുന്നതായ മകരജ്യോതി കൃത്യസമയത്ത് തന്നെ മകരസംക്രമത്തിന് അവിടെ ശബരിമലയിൽ പ്രത്യക്ഷപ്പെട്ട് ആയിക്കൊണ്ട് തന്നെ ആ നക്ഷത്രത്തിനെയും കണ്ടു തുടങ്ങുമ്പോൾ നമുക്കറിയാം ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനായിക്കൊണ്ട് കിഴക്കോട്ട് ദർശനമായിക്കൊണ്ട് പാർവതി സമേതനായിട്ട് പാർവതിയെ മടിയിലിരുത്ത് ശാസ്താവ്, ഭദ്രകാളി, മുരുകൻ, ഗണപതി മുതലായ സങ്കല്പത്തോടുകൂടി തന്നെ ഇരിക്കുന്നതായ മഹാദേവക്ഷേത്രം. അപ്പോൾ ഉദ്ധുനോതി മുകളിലേക്കുള്ള പ്രയാണം തന്നെയാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൊടിമരം അമ്പലങ്ങൾ, കൊടിപ്രദക്ഷിണ അവിടെ എന്താണ് തിരുവാതിര ഉത്സവം ഗംഭീരമായിട്ട് ഉണ്ട്. അനിക്കുട്ടാൻ്റെ കുടുംബത്തിന് തന്നെ കൊടിമല ഉള്ളതായ അന്ന് ആറാട്ടുണ്ട്, തിരുവാതിര ആറാട്ട്. ഒരു പതിഞ്ഞിരിക്കുന്നതായ ഒരു ശരീരത്തെ സങ്കല്പിച്ചുകൊണ്ട് തലയിൽ ശ്രീകോവിൽ തലയും, പിന്നെ മണ്ഡപം നെഞ്ചും, പിന്നീടുള്ള കൈകൾ, കാലുകൾ മുതലായ പിന്നീട് നാഭിയുടെ സ്ഥാനം വരുമ്പോൾ, നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിളിൻ്റെ സ്ഥാനം വരുമ്പോൾ അവിടെ കൊടിമരത്തിൻ്റെ സ്ഥാനവും വരുമ്പോൾ നഷ്ടല്ലായിക്കൊണ്ടിരിക്കുന്ന ഷടാധാര പങ്കേരുഹാന്തർ വിരാജ സുഷുമ്നാന്താരാളേജി തേജോർജ്വലന്തിയും വിബന്ധിയും സുധാമണ്ഡലം ദ്രാവയന്തിയും സുധാമൂർത്തിയുടെ മഹാനന്ദ രൂപ ആയിരിക്കുന്നതായ ശക്തിയുടെ ചൈതന്യം തന്നെയാണ്
എന്തിന് കൊടി ഇതിൽ പൂജിക്കുന്നത്. എന്നാൽ പിന്നെ കൊടിമരം ഒറ്റ ഇതിൽ പോരാ, അതിന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ ഇത് വെച്ചിട്ട് പറ വച്ചിരിക്കുന്നത് എന്തിനാണ്? നട്ടെല്ലിൻ്റെ പ്രതീകമായിക്കൊണ്ട് നട്ടെല്ല് നിവർന്ന് തന്നെ നമുക്ക് നടക്കാൻ സാധിക്കണം. ധീരതയോടെ നട്ടെല്ല് നീർന്ന് തന്നെ ഉത്സവം നടത്താൻ സാധിക്കണം. നട്ടെല്ല് നിവർന്ന് തന്നെ നമ്മുടെ മഹാദേവനായിട്ട് സങ്കല്പിക്കാൻ സാധിക്കണം. അപ്പം ജയ് വിളിക്കേണ്ടത് ഈശ്വരനാണ്. ഈശ്വരന് സുഖമാണോ എന്ന് നമ്മൾ ചോദിക്കണം. സിയാപതി രാമചന്ദ്ര കി ജയ്, പവൻസുത ഹനുമാൻ കി ജയ്, നമ പാർവതി പറയേ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹരഹര മഹാദേവ എന്ന് ക്ഷേത്രങ്ങളിൽ മുഴുവൻ മുഴങ്ങാൻ സാധിക്കണം. അപ്പോൾ പാർവതി സമേന മഹാദേവന് ജയ് വിളിക്കാൻ സാധിക്കട്ടെ. മഹാദേവന് സുഖമാണോ എന്ന് മാത്രം ഉത്സവകാര്യങ്ങളിൽ അന്വേഷിക്കുക. വേറെ ഒരു മന്ത്രവും വേണ്ട. നമഃശിവായ ജപിച്ചുകൊണ്ട് മഹാദേവനും പാർവതിക്കും സുഖമാണോ, ആ കുടുംബത്തിന് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തായി? അവിടെ ഈശ്വര ചൈതന്യം വർദ്ധിക്കുന്നു. അപ്പോൾ പണ്ടൊരു സിനിമാ പാട്ടിൽ പറയുന്നുണ്ട്, പരമശിവൻ്റെ തലയിൽ നിന്നൊരു ശംഖുവരയും ചോദിച്ചു, മകനെ ഗരുഡ സുഖമാണോ എന്ന് ചോദിച്ചു ഒരു സിനിമാ പാട്ടുകളുണ്ട്. അത് കാരണം എന്താ? ഗരുഡൻ ഭക്ഷിക്കുന്നത് എന്തിനാണ്? ഗരുഡൻ എപ്പോൾ കണ്ടാലും പാമ്പിനെ കുത്തിക്കൊണ്ടുപോകും, അല്ലേ? പരുന്തൊക്കെ നമ്മൾ കാണാറുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പോൾ അത്ര ധൈര്യമാണ് മഹാദേവൻ്റെ തലയിലിരിക്കുമ്പോൾ ഗരുഡനോട് ചോദിക്കാം. പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്, രണ്ടുപേരും കൂടെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. ലോകകാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യിക്കുന്നത്. ഒന്നുകിൽ കൈലാസത്തിലേക്ക് വരും, അല്ലെങ്കിൽ കൈലാസത്തിൽ നിന്ന് വൈകുണ്ഠത്തിലേക്ക് പോകും. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഒരു തമാശയിലൂടെ പറഞ്ഞതാണെങ്കിലും കൂടെ അതിനകത്ത് ഗൗരവമായൊരു വിഷയമുണ്ട്. മകനെ ഗരുഡ സുഖമാണോ? പരമശിവൻ്റെ തലയിലിരിക്കുന്നൊരു ശംഖുവരയും ചോദിച്ചു, മകനെ ഗരുഡ സുഖമാണോ എന്ന്. കാരണം അത്രയേറെ വിശ്വാസമാണ്, അത്ര ദൃഢമായ ഉറപ്പാണ്. കാരണം ഗരുഡൻ ഭക്ഷ്യമീക്ഷിതം, ഗരുഡൻ അവിടെ ഭക്ഷിക്കില്ല. അവിടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അതെ, അവിടെ ഗരുഡൻ വരാത്തതായ ഒരു രമണ ദ്വീപിലേക്കാണ് കാളിയനെ അനുഗ്രഹിച്ചുകൊണ്ട് കൃഷ്ണ ഭഗവാൻ ലോകത്തെ മലിനമാക്കുന്ന, അല്ലെങ്കിൽ സമുദ്രജലത്തെ മലിനമാക്കുന്ന, തോടിനെ മലിനമാക്കുന്ന, പുഴകളെ മലിനമാക്കുന്ന നമ്മളൊക്കെ തന്നെയാകുന്നതിനെ നിരോധിക്കാൻ തന്നെയാണ് കാളിയമർദ്ദനം അത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതവിടെ കാളിയവന്യന്മാരുടെ നിരന്തരമായ ഞങ്ങൾക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നുള്ള പ്രാർത്ഥന മൂലം അവിടെ രമണക ദ്വീപ്, അവിടെ പ്രവേശനമില്ല. രമണദ്വീപിലെ ആർക്ക് പ്രവേശനമില്ല? ഗരുഡനും പ്രവേശനമില്ലാത്ത ആ രമണദ്വീപിലേക്ക് പറഞ്ഞു വരുന്നുണ്ട്. രമണദ്വീപത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കാളിയൻ സാത്വികമൂർത്തിയായിക്കൊണ്ട് തന്നെ മോക്ഷം ലഭിച്ചു എന്നുള്ള കഥ വർണ്ണിക്കുമ്പോൾ തന്നെ ഭാഗവതായാലും ശിവപുരാണം ദേവീഭാഗവതായാലും ചെന്നെത്തി എന്ന് ഒറ്റ ചൈതന്യമായ തലപ്പുഞ്ച മഹാദേവനിലേക്ക് തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു ഉത്സവകാലം നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് രോഹിണി, മകീരം, തിരുവാതിര ഉത്സവത്തിലേക്ക് ട്രഡീഷണലായിട്ടുള്ള രീതിയിലുള്ളതായ തിരുവാതിരകൾ, ട്രഡീഷണലായിട്ട് രീതിയിലുള്ള അവനവന് കിട്ടുന്നതായ വസ്തുക്കൾ തന്നെ സമർപ്പിച്ച് തന്നെ സാത്വികമായ രീതിയിൽ തന്നെ ഉത്സവം നടക്കണം, നടത്തപ്പെടണം. ആര് നടത്തും? മഹാദേവൻ നടത്തും. മഹാദേവൻ തന്നെ തൻ്റെ ഉത്സവം തന്നെ നടത്തുമ്പോൾ നമ്മളൊക്കെ വെറും ചട്ടുകങ്ങളാണ്, ഭഗവാന്റെ ചട്ടുകങ്ങളാണ്. ഭഗവാൻ വിചാരിക്കാതെ നമ്മുടെ കണ്ണൊന്നും തുറക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ അണുവിലും തൂണിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നതായ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.